അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ടിപ്പിനെ കുറിച്ച് പറയാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വെണ്ടക്ക ഉപ്പേരി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് പോയി കാണണം, സപ്പോർട്ട് ഉണ്ടാവണം. വേറെ അധികം റെസിപ്പീസ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. നമ്മുടെ വീട് ഒരു വാടക വീടാണ്, അതുകൊണ്ട് തന്നെ സൗകര്യങ്ങൾ ഒരുപാട് കുറവാണ്. നമുക്ക് വെളിച്ചമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സൗകര്യങ്ങളൊന്നും കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഇതായാലും മതി. പക്ഷേ നമ്മുടെ വീടിൻ്റെ അകത്ത് ചെറിയൊരു പഴയ ഓടിട്ട വീടാണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് നമുക്ക് വെളിച്ചം കുറവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഉള്ളിൽ നിന്ന് ചെയ്യാൻ വെച്ചാൽ അത് എളുപ്പമല്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇടാനായിട്ട് പറ്റാത്തതുണ്ട്. ഒരു കുഞ്ഞ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, കുഞ്ഞ് തക്കാളിയാണ്, അത് മതി, ചെറിയൊരു തക്കാളി. പിന്നെ നമ്മൾ ഇതാ 2-3 പച്ചമുളകും ഒരു കുഞ്ഞ് സവാളയും കൂടെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും സവാളയും നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ 2 ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്, എല്ലാവരും ഇടണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ കുഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നൊരു ടിപ്പ് എന്ന് പറയണത് എന്തായാലും ഞാൻ പറയാം, ആ ടൈം ആകുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെണ്ട നമ്മളിവിടെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടല്ലേ, അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. വെണ്ട ഒരു ഇതുണ്ട്, നമുക്ക് ചട്ടിയിൽ വേഗം പിടിക്കും. ഇങ്ങനെ കണ്ട ചട്ടിയിൽ ഇങ്ങനെ പിടിക്കും. അതേപോലെ വെണ്ടയുടെ ഒരു ഇതില്ലേ, ഒരു ഇതുപോലെ കൊഴുപ്പ്, അതും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ, വിനാഗിരിയാണ്. അപ്പോൾ ഈ വിനാഗിരി നമുക്കൊരിത്തിരി സുർക്ക, ഒരു മൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു അരമൂടിയിൽ കൂടുതലുണ്ട്. നമ്മളിത് 1/2 കിലോ വെണ്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ഒക്കെ എടുക്കുന്നവരൊക്കെ ആകുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഓയിലൊക്കെ കുറച്ച് കുക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, ഓയിൽ ഒഴിച്ചാൽ വല്ലാണ്ട് ചട്ടിയിൽ പിടിക്കില്ല, എന്നാലും വെണ്ട പിടിക്കും. കുറച്ച് ഓയിലൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇത്. അപ്പോൾ ഇത് വിനാഗിരി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒന്നുകൂടി വേവുമ്പോൾ തന്നെ നല്ല ഒട്ടിപ്പിടിക്കാതെയും കട്ട പിടിക്കാതെയൊക്കെ നമുക്ക് വെണ്ട കിട്ടും. ചില ആളുകൾ വെണ്ട അധികം വേവിക്കാതെയാണ് കഴിക്കാറ്. ഇങ്ങനെ ഉപ്പേരി വെക്കുമ്പോഴൊക്കെ അധികം വേവിക്കാതെ കഴിക്കുന്ന ആളുകളുണ്ട്. വേവിച്ചിട്ട് കഴിക്കുമ്പോൾ വല്ലാതെ ഇങ്ങനെ ആവില്ല. അപ്പോൾ ചില ആളുകളങ്ങനെ അധികം വേവിക്കാതെയാണ് അത് കഴിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആകുമ്പോൾ ഈ ഒരു ടിപ്പ് നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ വെണ്ടക്ക ഉപ്പേരി തീരെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടില്ലേ.
അപ്പോൾ പച്ചക്കറി അധികം വേവിക്കാതെ കഴിക്കണമെന്ന് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ കുറേ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ഇത്. എങ്ങനെ അധികം വേവിച്ച് ഇതിൻ്റെ ഇങ്ങനെ ഈ വരുന്നൊരു ഇതുണ്ടല്ലോ കൊഴുപ്പ്, ചില ആളുകളത് മാറാനായിട്ട് ഒരുപാട് വേവിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഇത്തിരി വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.